നമസ്കാരം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആക്ഷേപങ്ങൾ ശരിവെച്ച് ഡൽഹി മുൻ മുഖ്യമന്ത്രിയും AAP ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ രംഗത്തു വന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കാൻ BJP ശ്രമിക്കുന്നതായി ആം ആദ്മി പാർട്ടി ചീഫ് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പേരിട്ടിരിക്കുന്ന രഹസ്യ ഓപ്പറേഷന്റെ ഭാഗമായി BJP വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഡിസംബർ 15 മുതൽ BJP ഇതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ പരാജയം BJP അംഗീകരിച്ചു കഴിഞ്ഞു. അവർക്ക് മുഖ്യമന്ത്രി മുഖമോ കാഴ്ചപ്പാടോ വിശ്വാസയോഗ്യമായ സ്ഥാനാർത്ഥികളോ ഇല്ല. എന്ത് വില കൊടുത്തും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നത് പോലുള്ള കുതന്ത്രങ്ങളാണ് അവർ അവലംബിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഈ ഓപ്പറേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നും കെജ്രിവാൾ ആരോപിച്ചു. തന്റെ മണ്ഡലമായ ന്യൂഡൽഹിയിൽ BJPയുടെ ഓപ്പറേഷൻ ലോട്ടസ് ഡിസംബർ 15 മുതൽ നടക്കുന്നു. ഈ 15 ദിവസത്തിനുള്ളിൽ 5000 വോട്ടുകൾ ഇല്ലാതാക്കാനും 7500 വോട്ടുകൾ ചേർക്കാനും അവർ അപേക്ഷ നൽകിയിരിക്കുകയാണ്. അസംബ്ലിയിലെ മൊത്തം വോട്ടർമാരിൽ ഏകദേശം 12% പേരിൽ ഇങ്ങനെ കൃത്രിമം കാണിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം 11,000 വോട്ടർമാരെ ഇല്ലാതാക്കാൻ BJP അപേക്ഷ നൽകിയെങ്കിലും പിന്നീട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇടപെട്ട് അത് നിർത്തിവെച്ചതായും അദ്ദേഹം പറഞ്ഞു. ഓഗസ്റ്റ് 20-നും ഒക്ടോബർ 20-നും ഇടയിൽ നടത്തിയ സംഗ്രഹ പുനരവലോകനത്തെ തുടർന്ന് ഒക്ടോബർ 29-ന് പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ ന്യൂഡൽഹി മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 1,68,873 രേഖപ്പെടുത്തിയതായി കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി. ഇത് നഗ്നമായ അട്ടിമറിയാണ്. ഇത്തരത്തിലുള്ള കൃത്രിമം ജനാധിപത്യത്തെ തുരങ്കം വയ്ക്കുന്നു. ഇത്തരം ദുഷ്പ്രവൃത്തികൾ തടയുന്നതിന് കർശനമായ നിരീക്ഷണം തുടരണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർക്കൽ ഇല്ലാതാക്കൽ അപേക്ഷകളിൽ അസാധാരണമായ വർധനവ് ഉണ്ടായതായി ആരോപിച്ച് കെജ്രിവാൾ ജില്ലാ ഇലക്ടറൽ ഓഫീസർക്ക് കത്തെഴുതിയിട്ടുണ്ട്. അതേസമയം ആരോപണങ്ങളോട് പ്രതികരിക്കാൻ BJP ഇതുവരെ തയ്യാറായിട്ടില്ല. നേരത്തെ ന്യൂഡൽഹി നിയോജക മണ്ഡലത്തിൽ BJP നേതാക്കൾ വോട്ടർമാർക്ക് കൈക്കൂലി നൽകിയെന്ന ആരോപണവുമായി ഡൽഹി മുഖ്യമന്ത്രി അതിഷി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കെജ്രിവാളിന്റെ ആരോപണം. BJP മുൻ MP പർവേഷ് സാഹിബ് സിംഗ് വർമ്മ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി പണം വിതരണം ചെയ്യുന്നതിനിടെ പിടിക്കപ്പെട്ടുവെന്ന് അതിഷി ആരോപിച്ചു. കൈക്കൂലി ആരോപണങ്ങൾക്ക് പിന്നാലെ പർവേഷ് സാഹിബ് സിംഗ് വർമ്മയ്ക്കെതിരെ ന്യൂഡൽഹിയിലെ ബരാഖമ്പ പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ പരാതി നൽകിയിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം മാറ്റിമറിക്കാൻ മുൻ ലോക്സഭാ MP വോട്ടർമാർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്നാണ് AAPയുടെ പരാതിയിൽ പറയുന്നത്. നേരത്തെ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളിന്മേൽ അന്വേഷണം ആവശ്യപ്പെട്ട കോൺഗ്രസ് പരാതി ഫയൽ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ സമാനമായ പരാതിയുമായി അരവിന്ദ് കെജ്രിവാളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ നിശബ്ദത വെടിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.